വി ഡി സതീശനെതിരായ എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറിയിരുന്നുവെന്ന് പരാതിക്കാരനായ PS രാജേന്ദ്ര പ്രസാദ് പറയുന്നു. എന്നാൽ ഭരണം മാറിയതോടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സംരക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ ഈ പരാതിക്കാരൻ രാജേന്ദ്ര പ്രസാദ് ആരോപിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുനർജനി തട്ടിപ്പിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നതായും രാജേന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ആദ്യം അതിന്റെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്നിട്ട് കൊച്ചിയിൽ നിന്ന് അർച്ചന നമ്മളോടൊപ്പം ചേരും. വളരെ ഗൗരവതരമായ ചോദ്യങ്ങൾ ബാക്കി വരികയാണ്. അപ്പോൾ എങ്ങനെ ഈ ഫണ്ട് പിരിക്കാൻ പോകാൻ സതീഷിന് പറ്റി? കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് വിദേശത്ത് നിന്ന് നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ പോകാൻ, ധനസഹായം ശേഖരിക്കാൻ പോകാൻ നമ്മുടെ മന്ത്രിമാർക്ക് പോലും കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തില്ല, മുഖ്യമന്ത്രിക്ക് പോലും അനുവാദം കൊടുത്തില്ല. അങ്ങനെ അനുവാദമില്ലാതെ നിൽക്കുന്ന സമയത്ത് വി ഡി സതീശൻ അങ്ങനെ ബർമിംഗ്ഹാമിൽ പോയി പിരിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. FCRA നിയമത്തിൽ ലംഘനമടക്കം നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപം കേൾക്കുന്ന വിഷയം കൂടിയാണ്. അവിടെയാണ് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ CBI അന്വേഷണം നൽകിയ ശുപാർശ എവിടെ പോയി? ഇതൊക്കെ ഇങ്ങനെ ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ഇതാ അർച്ചന കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അന്ന് ആ പ്രളയ സമയത്ത് നമ്മുടെ മന്ത്രിമാർക്ക് പോലും വിദേശത്ത് പോയി ധനസഹായം ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. പിന്നെ വി ഡി സതീശൻ എങ്ങനെ പോയി ഈ ബർമിംഗ്ഹാമിൽ പോയി ഈ പണപ്പിരിവ് നടത്തി? അതിന് ഉത്തരമില്ല. മറ്റൊന്ന്, എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നു. CBI അന്വേഷണത്തിന് ശുപാർശ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി തന്നെയാണ് പുനർജനി കേസിൽ വി ഡി സതീശന് ഈ സംസ്ഥാന സർക്കാർ ക്ലീൻ ചീറ്റ് നൽകുന്നത്. ഏറ്റവും പ്രധാനമായും ഈ സർക്കാർ ഇത് CBIക്ക് വിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും വി ഡി സതീശന് കുടുങ്ങേണ്ട ഒരു കേസാണ്. കാരണം ഡിജിറ്റൽ തെളിവുകളുണ്ട്, അദ്ദേഹം തന്നെ ഇത്തരത്തിൽ പണം പിരിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന തെളിവുകളുണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും പരാതിക്കാരൻ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ക്ലീൻ ചീറ്റ് നൽകുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇന്നിപ്പോൾ CPMന്റെ നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കാൻ പോവുകയാണ്. എറണാകുളത്ത് നിന്നും അത് തുടങ്ങുകയാണ്. കാരണം ഇന്ന് തൊട്ട് ഇത്തരത്തിൽ സമരമുഖങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിൽ പണം എവിടെ, വീട് എവിടെ എന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. അതിനൊന്നും വി ഡി സതീശൻ ഇതുവരെ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ പണം വാങ്ങിയതിന് തെളിവുണ്ട്. അദ്ദേഹം ആദ്യം സഭയിൽ ഇത് അംഗീകരിച്ചിരുന്നില്ല. താൻ എവിടെ നിന്നും പണം വാങ്ങിയിട്ടില്ല, താൻ ബർമിംഗ്ഹാമിൽ പോയി അത്തരത്തിൽ പണം പിരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പറവൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ, അതായത് ഈ വീഡിയോ അടക്കം, ഈ പണം ചോദിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം പിന്നീട് പ്രചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീടും അതിനോട് വഴങ്ങി ഇത്തരത്തിൽ താൻ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് വീണ്ടും വീണ്ടും മാറി വന്നത്. അത്തരത്തിൽ ഇതിനെ പൂർണ്ണമായും ഇത്തരമൊരു ലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അന്ന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നും വിദേശങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ പാടില്ല, അതിനാർക്കും അനുമതി നൽകിയിട്ടുമില്ല. പക്ഷേ വി ഡി സതീശൻ ഇത്തരത്തിൽ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയി അവിടെ നിന്നും പണം പിരിക്കുന്ന വീഡിയോ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നതാണ്. ഇതിൽ പരാതിക്കാരനായ കൃഷ്ണപ്രസാദ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും മറ്റ് തെളിവുകളും എല്ലാം തന്നെ ഹാജരാക്കിയതാണ്. വിജിലൻസ് അതിൽ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോവുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത ഗുരുതരമായ കേസാണ്. അത് വിജിലൻസിന് ആ ഘട്ടത്തിൽ നൽകാതിരുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നതും അത് രാഷ്ട്രീയ മര്യാദയും കൊണ്ട് മാത്രമാണ് സർക്കാർ ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ വിജിലൻസ് CBIക്ക് കേസ് വിടാതിരുന്നത്. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ കേസ് CBIക്ക് വിട്ട് അതിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ അന്വേഷണം നടത്തുക എന്തായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇടയിലാണ് അത്തരത്തിൽ ക്ലീൻ ചീറ്റ് നൽകുന്ന ഒരു നടപടി ഉണ്ടായത്. ഈ പണം എവിടെ, ഈ പിരിച്ച പണം എവിടെ, ആശങ്കകളില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ CBIക്ക് വിടാതിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. നാട്ടിലെ എല്ലാ കേസും CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്നവരാണല്ലോ ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷം. പ്രതിപക്ഷം ഇരുന്നപ്പോൾ അവരുടെ ആവശ്യം പല കേസുകളിലും അതായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സ്വന്തം പേരിൽ ഇങ്ങനെ ഒരു പരാതിയും ഇങ്ങനെ ഒരു കേസും വരുമ്പോൾ ഒരാശങ്കയും ഇല്ലെങ്കിൽ അത് ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുക്കാത്തത്? മനു, ഏറ്റവും പ്രധാനമായി ഇതിൽ ഗുരുതരമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിന് എതിരെ ഈ അന്വേഷണം വന്നാൽ അതിൽ കുടുങ്ങുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അദ്ദേഹം ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം ആ കേസ് ഇല്ലാതാക്കുന്ന രീതി തന്നെയാണ്
മുഖ്യമന്ത്രിയായ വി ഡി സതീശനിൽ നിന്നുണ്ടായത്. കാരണം അദ്ദേഹത്തിന് ഈ കേസ് CBI അന്വേഷിക്കുകയാണെങ്കിൽ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ കൃത്യമായ തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വിദേശത്തു നിന്നും പണം എത്തിയിട്ടുണ്ട് എന്നതിനൊക്കെ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങിയാൽ അത് വലിയ രീതിയിലൊരു കുരുക്കായി വി ഡി സതീശന് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിലേറി വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ആ കേസ് തേച്ചു മാച്ച് കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഈ പുനർജനി എന്ന ഒരു അക്കൗണ്ട് രൂപീകരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കാൻ ഒരു അക്കൗണ്ട് രൂപീകരിക്കുന്നു, വിവിധ ഇടങ്ങളിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്ന് പണം എത്തുന്നു, അതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ സഭയിലടക്കം MLA മാരൊക്കെ ആ സമയങ്ങളിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തതാണ്. അന്നാണ് വി ഡി സതീശൻ ഇതിൽ മുട്ടുമടക്കേണ്ടിയും താൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നത്. അത്തരത്തിൽ എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്, അത് നേർക്കാഴ്ചയായി നമ്മുടെ സമൂഹത്തിന് മുന്നിലുണ്ട്. എന്തായാലും അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ തൻ്റെ കേസ് സ്വയം മായ്ച്ചു കളയുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇനി തുടക്കം കൊടുക്കാൻ പോകുന്നത്. CPM അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്രയും ഗുരുതരമായ ലംഘനങ്ങൾ നടന്നൊരു കേസ്, അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയുന്ന കേസ്, വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കേസ്, അത് പൂർണ്ണമായും തേച്ചു മാച്ച് കളയുന്ന രീതിയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അത് CBI അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് എന്തായാലും CPM ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ എന്തായാലും നടക്കാൻ പോവുകയാണ്. എന്തായാലും പരാതിക്കാരൻ നേരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അത്തരത്തിലുള്ള അദ്ദേഹം കൂടിയാണ് ഈ പരാതി പറഞ്ഞത്. അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും തെളിവുകളും ഒക്കെ ഹാജരാക്കിയതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ ഇതിലൊരു CBI അന്വേഷണം നടത്താതെ ഇതിലൊരു ക്ലീൻ ചീറ്റ് നൽകി ഇത് പൂർണ്ണമായും ഈ കേസ് പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു നടപടി എന്തുകൊണ്ട് എടുത്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്തായാലും വലിയ കുറ്റകൃത്യം തന്നെയാണ് അതിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള തെളിവുകളും എന്തായാലും ഉണ്ട് മനു.